ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സൺഡേ സ്പെഷ്യലായിട്ട് അമ്മയുടെ നല്ല പുട്ടും പോട്ടിക്കറിയാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ അവിടെ ചെന്നപ്പോൾ തന്നെ അനിയൻ നല്ല പോട്ടിയൊക്കെ മേടിച്ചു കൊടുത്തു. അമ്മ നല്ല ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി കുക്കിംഗ് വീട്ടിലോട്ട് കിടന്നാലോ. അപ്പോൾ ഇനി ഈ പോട്ടിയൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കണം. ഈ വെന്ത് കുറച്ചായി വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കായ ഇട്ട് കുറച്ചും കൂടി ഒരു 2 വിസിലുകൾ കേൾപ്പിച്ചെടുത്താൽ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മുട്ടിയാട്ടോ. നമ്മൾ പോട്ടി മേടിക്കുന്ന സമയത്ത് മുട്ടിയും കൂടി അഡീഷണൽ അടക്കം മേടിക്കാറുണ്ട്. അപ്പോൾ ആ മുട്ടിയാണിത്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതാക്കുക. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സംഭവം എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായില്ല, അതാണ് എനിക്ക് മെയിനായിട്ട് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് അമ്മ നല്ല സവാളയൊക്കെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൺഡേ വീട്ടിൽ പോയപ്പോഴത്തേനും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്. കാരണം ഈ സമയത്താണ് നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ അടുക്കളയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സവാളയിലോട്ട് നമ്മുടെ ഈ ഒരു അരച്ചു വെച്ച സംഭവങ്ങൾ മൊത്തം ഫില്ല് ചെയ്ത് എല്ലാം കൂടി ഇട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇൻകേസ് നിങ്ങൾക്കിപ്പോൾ കുറിയ ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രമായിട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരിക്കലും ഇങ്ങനെ തണുത്ത വെള്ളം അങ്ങനെ കോരി ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിലവർ വറുത്തരച്ച് വെക്കും, ചിലർ വറുത്തരയ്ക്കാതെയും വെക്കാറുണ്ടെന്ന് തോന്നുന്നു പോട്ടി. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ കുറുകി ഇങ്ങനെ ചാറായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ചിലവർ പച്ചക്കായിട്ട് വയ്ക്കും, ചിലവർ നമ്മുടെ കടലയിട്ടും വെക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പോട്ടിയൊക്കെ അതിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സിങ്ങിലാണ് മെയിൻ പരിപാടിയുള്ളത്. കാരണം ഇത് ഏകദേശം ഒരു 3 കിലോത്തോളം പോട്ടിയുണ്ട്, പിന്നെ 2 കിലോത്തോളം പച്ചക്കായൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാൻ കുറച്ച് പണിപ്പാട് വിടുന്നുണ്ട് അമ്മ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോഴത്തേന് എൻ്റെ വായിൽ നിന്ന് കുടുകുടാ വെള്ളം വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മുട്ടിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇടുള്ളൂ. ഇപ്പോൾ നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് ഇത് ഫുൾ അതിൻ്റെ നെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുത്ത് മാറ്റാം. നെയ്യ് ഇങ്ങനെ അധികം കഴിക്കാൻ പാടില്ല എന്നുള്ളവർക്ക് നെയ്യ് അധികം എടുക്കണ്ട കേട്ടോ. നമുക്കിനി മുട്ടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം. മുട്ടി നമ്മൾ ലാസ്റ്റ് ഇടുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ ഈ പാത്രം നിറഞ്ഞ് കവിയാറായി. അപ്പോൾ മുട്ടി ആദ്യം ഇടുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇളക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുട്ടി ആദ്യം ഇടാഞ്ഞത്. ഈ മുട്ടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ഞങ്ങൾക്ക് ലാസ്റ്റ് നമ്മുടെ മെയിൻ തരമായ കറിവേപ്പില ഇടുമ്പോഴായിരിക്കും കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ വരിക. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചൂടുകൂടി ഇങ്ങനെ കറിവേപ്പില ഇടുമ്പോഴത്തേനും ഒരു പ്രത്യേക മണം അതിനകത്ത് വരാൻ തുടങ്ങും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയും പോട്ടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി എടുത്തു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് വേണമെങ്കിൽ മുഴുവനത്തോടെ നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തു. നിങ്ങൾക്ക് പുട്ടും പോട്ടിയും കൂടി അടിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.